ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം സങ്കീർത്തനം 32 അധ്യായം അതിൻ്റെ 8 വാക്യം. അത് ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും, എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ വച്ച് ആലോചന പറഞ്ഞു തരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. എത്ര മനോഹരമായ ഒരു കാര്യം! ദൈവം നമ്മെ ഉപദേശിക്കുകയും ദൈവം നാം നടക്കേണ്ട വഴി കാണിച്ചു തരികയും ദൈവം തൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് ഒരു പരാജയം സംഭവിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നാം എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ. Our wrong decisions and wrong choices lead some failure in our life. നമുക്ക് നേരായ ഉപദേശം പറഞ്ഞു തരാൻ തക്കതായ ആൾക്കാർ ഇല്ലാത്ത ഒരു കാര്യം. നാം ദൈവത്തിൽ ഉപദേശം ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതം ജയമായി മാറും. കാരണം ദൈവത്തിന് സകലവും അറിയാം. ദൈവം തൻ്റെ ഒരു വാക്കുകൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഒരു വ്യക്തി ജനിച്ച മുതൽ അവൻ മരണം വരെ അവൻ എന്തുവായി തീരും, എങ്ങനെയായി തീരും എന്നൊരു കാര്യം ദൈവത്തിന് അറിയാം. പ്രിയമുള്ളവരെ, ദൈവത്തെക്കുറിച്ച് നാം വായിച്ചു നോക്കുമ്പോൾ വെളിപ്പാട് സുവിശേഷം 22 അധ്യായം 13 വാക്യം പറയുന്നു: ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമായിരിക്കുന്നു. ദൈവത്തിന് സകല കാര്യങ്ങൾ അറിയാം. ദൈവത്തോട് നാം ഉപദേശം ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതം ജയമായി മാറും. റോമർ 8 അധ്യായം 14 വാക്യം പറയുന്നു: ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാൽ ആകുന്നു. Those who are led by the Spirit of God are his children. നാം ദൈവത്തിൽ ഉപദേശം ചോദിക്കുന്നവരായി മാറിത്തീരണം. ദൈവം ആർക്ക് ഉപദേശം തരും? നാം കൂടി ആർക്കാണ് ഉപദേശം കൊടുക്കുന്നത്? നമ്മോട് അടുപ്പമുള്ളവർ, നമുക്ക് അവകാശമുള്ളവരുടെ നമുക്ക് ഉപദേശം കൊടുക്കാറുള്ളൂ. ആരും നമ്മുടെ വാക്ക് വില കൊടുക്കുന്നു അവർക്ക് മാത്രമേ നാം ഉപദേശം കൊടുക്കാമുള്ളൂ. നാമും ദൈവത്തോട് അങ്ങനത്തെ ഒരു ബന്ധം സ്ഥാപിക്കണം. ദാനിയേലിൻ്റെ ജീവൻ നോക്കുമ്പോൾ ദാനിയേൽ 6:28 വാക്കുമ്പോൾ ഹിസ് ലൈഫ് വാസ് വിക്ടോറിയസ്. ദാനിയേലിൻ്റെ കാര്യം ജയമായി ഇരുന്നു. കാരണം അദ്ദേഹം ദൈവത്തോട് ചോദിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ. ഗിദിയോൻ പല പ്രാവശ്യം ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്യട്ടെ എന്ന്. ദൈവം അദ്ദേഹത്തിന് വഴി നടത്തും. നെഹേമ്യ രാജാവിനോട് പോയി ചോദിക്കുന്ന മുമ്പ്, ദൈവമേ, എനിക്ക് രാജാവിൻ്റെ കൺകളിൽ ഹൃദയത്തിൽ ദയാകൃപ ലഭിക്കുമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് പുറപ്പെട്ടു പോയി. മോശെ പലപ്പോഴുമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തി. ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ വേദവചനം പറയുന്നു, ദൈവം തന്നെ പറയുന്നു, അവൻ എൻ്റെ അടുത്ത് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യത്തില്ല. ഒരു സമയം തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ശത്രുക്കൾ കൊണ്ടുപോയപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഓടിപ്പോയില്ല. തൻ്റെ ശക്തിയോ തൻ്റെ യുദ്ധവീരന്മാരെ ആശ്രയിക്കാതെ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, ഞാൻ പോകുന്നത് അങ്ങയുടെ തിരഹിതമാണോ? ദൈവം പറയുന്നു, നീ പോ, നിനക്ക് ഞാൻ ചെയ്യാൻ തരുമെന്ന്. അങ്ങനത്തെ ആയിരുന്നു പ്രിയമുള്ളവർ. യോശുവയും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോസ്തലന്മാരും ഓരോ കാര്യത്തിലും ദൈവത്തോട് ആലോചന ചോദിച്ചു. നാമും അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായി മാറണം. ഈ സങ്കീർത്തനം നമ്മൾ ഓരോ സമയവും ഒരു വാഗ്ദത്തത്തെ നാം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കണം. ഈ 32:8 പറഞ്ഞിരിക്കുന്ന കാര്യം അതിൽ 1-2 വചനം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നാമത്തെ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 2ാമത്തെ വാക്യം പറയുന്നു, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെമായി ഇരിക്കുന്നവൻ മനുഷ്യൻ ഭാഗ്യവാൻ. ആരുടെ പാപം ക്ഷമിക്കപ്പെട്ടതോ അവൻ ഭാഗ്യവാൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വേദ പണ്ഡിതന്മാർ പറയുന്നു, ഈ സങ്കീർത്തനം 32 സങ്കീർത്തനം 51 ഒരു ഇന്റർ കണക്റ്റഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സങ്കീർത്തനം 51 അദ്ദേഹം ഏതൊരു സിറ്റുവേഷനാണ് എഴുതിയത്? ബത്ശബയോട് പാപം ചെയ്തപ്പോൾ. ബത്ശബയോട് പാപം ചെയ്തുമ്പോൾ ദൈവത്തോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു കാര്യം. അവളോട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ തന്ത്രമായിട്ട് കൊല ചെയ്യുന്നു. അതിനാൽ അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷകൾ: 1, അദ്ദേഹത്തിന് ജനിച്ച കുഞ്ഞ് 7-ാം ദിവസത്തിൽ മരണപ്പെടുന്നു. 2ാമത്തെ ദൈവം പറയുന്നു, നിന്റെ കൈ രക്തക്കറയപ്പെടുന്നതുകൊണ്ട് നീ ആലയം പണിയത്തില്ല, നിന്റെ മകൻ പണിയും, ശലോമോൻ പണിയുമെന്ന് ദൈവം പറയുന്നു.
അന്ന് നാഥാൻ പ്രവാചകൻ വെച്ച് ദൈവം അദ്ദേഹത്തിൻ്റെ പാപത്തെ ഉണർത്തി. 2 ശമൂവേൽ 12 നാം വായിക്കുവാൻ സാധിക്കും. അവിടെ നാഥാൻ പ്രവാചകൻ വന്ന് ഒരു ഉപമ പോലെ പറയുന്നു. ഒരു പട്ടണത്തിൽ ഒരു ധനവാനും ദരിദ്രനും ഉണ്ടായിരുന്നു. ധനവാന് അനേകം ആടുകളുണ്ട്, ദരിദ്രന് ഒരേ ഒരു പെൺകുഞ്ഞാട് ഉണ്ടായിരുന്നു. അത് അവനോട് കൂടെ ഭക്ഷണം കഴിക്കുകയും അവനോട് കൂടെ കിടക്കുകയും ചെയ്യുന്നു. ഒരു സമയം ധനവാന്റെ ഭവനത്തിൽ ഒരു ഗസ്റ്റ് വരുന്നു, വിരുന്നാഴി വരുമ്പോൾ തനിക്കിരിക്കുന്ന അനേക ആടുമാടിൽ ഒന്നെടുത്ത് പാകം ചെയ്യാതെ ദരിദ്രനിരിക്കുന്ന ഏക ആടിനെ കൊല ചെയ്ത് പാകം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ദാവീദ് പറയുന്നു, ആരാണ് ഇത്രയും വലിയ പാപം ചെയ്തവൻ? അവൻ മരണപ്പെടുക തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ നീ തന്നെയാണ് അത് എന്ന് പറഞ്ഞ് അപ്പോൾ വേദനയോടുകൂടി ദൈവത്തോട് തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി എഴുതിയത്രേ 51-ാം സങ്കീർത്തനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം നമുക്ക് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കപ്പെടാത്ത പാപം ഇരിക്കുമെങ്കിൽ അത് വലിയൊരു പാപമായിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് പിടിക്കും. അനേകരൊന്നും അറിയുന്നില്ല. ഈ പ്രായത്തിൽ ചെയ്യുന്ന ഇതൊക്കെ വളരെ സ്വാഭാവികം എന്ന് പറയുന്നു. നമ്മുടെ യൗവനകാലത്തിൽ നാം ചെയ്ത പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് തുടർന്ന് വന്ന് പാപം കൊണ്ടുവരും. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ പാപബലം നിങ്ങൾ അനുഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. തമിഴിൽ വായിക്കുമ്പോൾ അത് തുടർന്ന് പിടിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, സദൃശവാക്യം 28-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, തൻ്റെ ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. Whoever hides sins will not prosper. അവൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉയർച്ചകൾ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആ ഉയർച്ചയില്ല? നാം ചെയ്തിരിക്കുന്ന പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമിക്കപ്പെട്ട ഒരു അനുഭവമില്ല. ഒരു ചിലർക്ക് തങ്ങൾ ചെയ്യുന്ന പാപം എന്ന് മനസ്സിലാക്കത്തില്ല. എങ്കിലും അടുത്ത ഭാഗം അത് പറയുന്നു, അവൻ ആരൊക്കെ പാപങ്ങൾ ഏറ്റുപറയുന്നു അവന് കൃപ ലഭിക്കും. Whoever confesses sin will get mercy. അത് പാപം എന്ന് മനസ്സിലാക്കി അത് വിട്ടുകളയണം. പ്രിയമുള്ളവരെ, ഏശയ്യ 59:1-2 വചനത്തിൽ പ്രകാരം നമ്മുടെ പാപങ്ങൾ ദൈവത്തിന് നമുക്ക് നടുവാക്കി നിൽക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ ഇരിക്കുന്നു. ഉൽപ്പത്തി 4-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, പാപം മനുഷ്യന്റെ ഭവനത്തിൽ മുമ്പാകെ കിടക്കും, അവൻ്റെ വാതിൽക്കൽ കിടക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു വ്യക്തി ചെയ്ത പാപം അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ചുറ്റി ഇരിക്കുന്നവർക്കും ചിലപ്പോൾ അത് കൊണ്ടുവരും. നിങ്ങൾ യോശുവ 7-ാം അധ്യായം വാക്കുമ്പോൾ അവിടെ ആഹാനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. യെരികോ കോട്ട അവിടെ ജയം പ്രാപിച്ചതിന് ശേഷം ദൈവം പറഞ്ഞിരിക്കുന്നു, അതിൽ കിട്ടിയ പ്രീഷ്യസായ തിങ്സ് ആരും സ്വന്തമായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ മാത്രം ചിലവറ്റകളെ മറച്ചു വയ്ക്കുന്നു, അവൻ്റെ ടെൻറ്റിൻ്റെ അവിടെ ഒളിച്ചു വയ്ക്കുന്നു. അത് ദൈവം മനസ്സിലാക്കി. എന്ത് സംഭവിച്ചു? ഇവർ ആയി പട്ടണത്തിൽ യുദ്ധം ചെന്നപ്പോൾ അത് ഒരു ചെറിയൊരു പട്ടണം, എരിഗോ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു പട്ടണം, അവിടെ ഇസ്രായേൽ പിൻവാങ്ങുന്നു. 36 പേർ യുദ്ധത്തിൽ മരിച്ചു വീഴുന്നു. അപ്പോൾ യോശുവ ദൈവസന്നിധിയിൽ കിടന്ന് തൻ്റെ വസ്ത്രത്തെ കീറി ദൈവത്തെ പാദപ്പെടൽ വേണ്ടി ചോദിച്ചപ്പോൾ ദൈവം പറയുന്നു, നിന്നിൽ ഒരാൾ പാപം ചെയ്തു. ഒരു വ്യക്തിയുടെ പാപം അവർ രാജ്യത്തിനെ ഒരു തോൽവിയെ കൊണ്ടുവരുമ്പോൾ, ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ പാപം ക്ഷമിക്കപ്പെടാത്ത ഒരു പാപജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിലും പ്രശ്നങ്ങൾ വരും. പ്രിയമുള്ളവരെ, നാം മൂലമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നൊരു കാര്യത്തിൽ നാം മാനസാന്തരപ്പെടണം. മത്തായി സുവിശേഷം 5:23-24 ദൈവം പറഞ്ഞിരിക്കുന്നു, നീ സ്തോത്രാഴ്ച ഇടാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അവിടെ വച്ചുവിട്ട് അവൻ്റെ അടുത്ത് സമാധാനമായിട്ട് പിന്നെ നീ സ്തോത്രാഴ്ച ഇട. നാം ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തിൽ നാം എന്തൊക്കെ കൊടുത്താലും ദൈവം അത് സ്വീകരിക്കത്തില്ല, ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല. അൺകൺഫസ്ഡ് സിൻസ് ഈസ് എ ഡേഞ്ചർ. പ്രിയമുള്ളവരെ, പാപം വലിയ കാര്യത്തെ കൊണ്ടുവരും. അതുകൊണ്ട് അത്രയും ലോകത്തിൽ ഈ ദൈവം ഇറങ്ങി വന്നത്, തൻ്റെ ജീവനെയെ നമുക്ക് കൊടുത്തത്. യേശു ക്രിസ്തു രക്തം സകല പാപങ്ങളെ നീക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് യോഹന്നാൻ 1:7 പറയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തെ ദൈവത്തിൽ ഏറ്റുപറയും. പാപമില്ലാത്ത ജീവിതം നയിക്കുമ്പോൾ അന്ന് ദാവീദ് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം പാപത്തെ ക്ഷമിക്കുന്നത് മാത്രമല്ലാതെ ഈ വാഗ്ദത്തം കൊടുത്തു, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ ദൃഷ്ടി നിന്നെ മേൽ വെച്ച് തരും.
അതേപോലെ നാമും നമ്മുടെ ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ, പാപങ്ങളെ വിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നിങ്ങളെ വഴി നടത്തും. ദൈവം നിങ്ങൾക്ക് ആലോചന തരും പ്രിയമുള്ളവരെ. അപ്പോൾ നിങ്ങളുടെ കാര്യം ജയമായി മാറും എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്തൊരു ചിന്തയോടെ വരുന്നവരെ ദൈവം നിങ്ങളെ കാക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.